കാസർഗോഡ് കുമ്പളയിൽ 20ഓളം വിദ്യാർത്ഥിനികളെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന് പരാതി. പീഡനത്തിനിരയായത് നാടോടി പെൺകുട്ടികൾ. ലോട്ടറി കട നടത്തുന്നയാളെ പോലീസ് തിരയുന്നു. സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ 2 മലയാളി വിദ്യാർത്ഥികളെ മോചിപ്പിച്ചു. വിട്ടയച്ചത് 11 മാസം മുൻപ് തടവിലാക്കിയവരെ. യുഡിഎഫിന്റെ സീറ്റ് വിഭജന ചർച്ച ഇന്ന് പുനരാരംഭിക്കും. കൂടുതൽ സീറ്റ് വേണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ഘടകകക്ഷികൾ. കേരള കോൺഗ്രസ് എംഎൽഎമാരുടെ യോഗം തിരുവനന്തപുരത്ത്. സിപിഎം സംസ്ഥാന സമിതി യോഗം തുടരുന്നു. വിഎസ് മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. യുഡിഎഫ് 77 മുതൽ 87 വരെ സീറ്റുകൾ നേടുമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് C4 തെരഞ്ഞെടുപ്പ് സർവേ ഫലം. എൽഡിഎഫ് 53 മുതൽ 63 വരെ. ബിജെപിയും മറ്റുള്ളവരും 5 സീറ്റ് വരെ നേടാം. വിഎസിന്റെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന നിർണായക ഘടകമാകുമെന്നും സർവേ ഫലം. ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ന്യൂസിലൻഡിനെതിരെ പാകിസ്ഥാന് 110 റൺസിന്റെ കനത്ത തോൽവി. നമസ്കാരം. ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്ക്. കാസർകോട് കുമ്പളയിൽ 20ഓളം വിദ്യാർത്ഥിനികളെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പഠിച്ച സ്കൂളിനടുത്ത് ലോട്ടറി കട നടത്തുന്നയാളെ പോലീസ് തെരയുന്നു. കേരള കർണാടക അതിർത്തി ഗ്രാമമായ കുമ്പളയിലെ ഒരു സർക്കാർ സ്കൂളിലെ കന്നഡ മീഡിയത്തിൽ പഠിക്കുന്ന 10 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികളാണ് ലൈംഗിക വൈകൃതത്തിന് ഇരയായിരിക്കുന്നത്. നാടോടി കുടുംബത്തിൽ നിന്നുള്ളവരാണ് പീഡനത്തിനിരയായവരിൽ ഭൂരിഭാഗവും. സ്കൂളിനടുത്ത് ഒറ്റ നമ്പർ ലോട്ടറി കേന്ദ്രം നടത്തുന്നയാളെയാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് തെരയുന്നത്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളെ മിഠായിയും പണവും നൽകി വശീകരിച്ച് കടയിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് കുട്ടികൾ അധ്യാപകരോട് പറഞ്ഞത്. കുട്ടികളുടെ കയ്യിൽ ക്രമാതീതമായി പണം കണ്ട അധ്യാപകർ ഇടപെട്ടതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. വിവരം ചൈൽഡ് ലൈൻ പ്രവർത്തകരാണ് പോലീസിനെ അറിയിച്ചത്. ഇന്നലെ ചൈൽഡ് ലൈനിൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി കുമ്പള സ്കൂളിൽ കുറച്ച് കുട്ടികളെ വശീകരിച്ച് ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഉണ്ടായത്. ഇതിൽ പ്രകാരം ചൈൽഡ് ലൈൻ ടീം അവിടെ പോയി അന്വേഷിക്കുകയും അതിൻ്റെ ഒരു റിപ്പോർട്ട് SP-ക്ക് കൈമാറുകയും അതായത് കൂടുതൽ അന്വേഷണമായിട്ട് വിടുകയും ചെയ്തിട്ടുണ്ട്. SP-ക്കും കളക്ടർക്കും ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സന്ദീപ് ഇപ്പോൾ കാസർഗോഡ് നിന്നും ചേരുകയാണ്. സന്ദീപ്, വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. എങ്ങനെയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത്? പ്രജില, കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച വിവരം പുറം ലോകം അറിഞ്ഞത്. നേരത്തെ തന്നെ ഈ സ്കൂളിലെ അടുത്ത് ലോട്ടറി കട നടത്തുന്ന ആളെ സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സ്കൂളിലെത്തിയ കുട്ടികളുടെ കയ്യിൽ കുറെ അധികം പണം കണ്ടതിനെ തുടർന്ന് സ്കൂളിലെ അധ്യാപികമാരാണ് കുട്ടികളോട് ഇത് സംബന്ധിച്ച കാര്യം തിരക്കിയത്. അപ്പോൾ പരസ്പരമായ മറുപടിയാണ് കിട്ടിയത്. കാരണം ഈ കുട്ടികളുടെ കയ്യിൽ ഒരു തരത്തിൽ പോലും ഇത്തരത്തിലുള്ള പണം എത്തേണ്ട കുട്ടികളല്ല. കാരണം ഇവരൊക്കെ തന്നെ നാടോടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഉള്ളത്. ഇവർ കർണാടക സ്വദേശികളാണ്. അവർ കർണാടകത്തിലെ SC വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും കേരളത്തിൽ SC അല്ല. ഇവിടെ വന്ന് കന്നഡ മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ കുറേയധികം പണം കിട്ടിയപ്പോൾ കന്നഡ മീഡിയത്തിലെ അധ്യാപകർ ഇത് സംബന്ധിച്ച് ബന്ധപ്പെടുകയും അപ്പോൾ സ്കൂളിനടുത്തുള്ള ഒരു സ്വാമി തന്നതാണ് എന്ന് ഒരു കുട്ടി പറഞ്ഞു. പല ക്ലാസ്സുകളിലെയും കുട്ടികൾ പരസ്പര വിരുദ്ധമായ മറുപടി പറഞ്ഞത് തുടർന്നാണ് അധ്യാപകർക്ക് സംശയം തോന്നിയത്. പിന്നീട് എല്ലാ കുട്ടികളെയും വിളിച്ചു വരുത്തി അധ്യാപകർ ചോദ്യം ചെയ്തപ്പോഴാണ് കുട്ടികൾ ഇങ്ങനെ ഒരു കടയുണ്ടെന്നും അവിടെ ചെല്ലുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നടന്നതായും അധ്യാപകർ അടുത്ത് പറഞ്ഞത്. രാവിലെ 7 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ 9 മണിയോടുകൂടിയാണ് സ്കൂളിൽ എത്തിക്കൊണ്ടിരുന്നത്. ഇത് അധ്യാപകരും രക്ഷിതാക്കളും ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം ഇവർ നാടോടി വിഭാഗത്തിൽപ്പെട്ടവർ ആയതുകൊണ്ട് തന്നെ രാവിലെ രക്ഷിതാക്കൾ പോകും. അതിനുശേഷം കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്ക് പറഞ്ഞ് ഇറങ്ങുകയാണ്. ആ സമയത്ത് വീട്ടിൽ നിന്ന് തന്നെ ലോട്ടറി വാങ്ങുന്നതിന് വേണ്ടി ഇവരുടെ പണം കൊടുത്തു വിടാറുണ്ട് എന്ന് അധ്യാപകർ പറയുന്നു. ലോട്ടറി വാങ്ങാനായി കുട്ടികൾ സ്കൂളിൽ ചെന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നിരുന്നത്. ഇയാൾ പണ്ടും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. പക്ഷെ അന്ന് ആരും നടപടിയെടുത്തില്ല. എന്തായാലും ഇപ്പോൾ ഇത് അതിനുശേഷം ഈ സ്കൂളിലെ അധ്യാപകർ തന്നെയാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിക്കുകയും ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇപ്പോൾ പരാതി SP-ക്കും കളക്ടർക്കും കൈമാറിയിട്ടുണ്ട്. എന്തായാലും പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇയാൾക്ക് വേണ്ടി ശക്തമായ തിരച്ചിൽ നടത്തിയെങ്കിലും ഇപ്പോൾ ഇയാൾ സ്ഥലത്തില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പ്രജില, സന്ദീപ്, ഇത് എത്ര കാലമായി ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അന്വേഷണത്തിൽ? നമ്മളുടെ അന്വേഷണത്തിൽ വളരെ ഈ ലോട്ടറി കച്ചവടം വളരെ കുറെ കാലമായി നടക്കുന്നു. അതോടെ പക്ഷേ ഈ കുട്ടികളെ ഇയാൾ പീഡിപ്പിക്കുന്നത് കഴിഞ്ഞ 1.5 വർഷമായി നടന്നു വന്നിരുന്നു എന്നാണ് നാട്ടുകാരും അധ്യാപകരും ഒക്കെ ഇപ്പോൾ പറയുന്നത്. ഈ സ്കൂളിലെ തന്നെ മറ്റു ചില അധ്യാപകർ നൽകിയ വിവരമനുസരിച്ച് അധ്യാപകർക്ക് നേരത്തെ തന്നെ ഈ സംബന്ധിച്ച
സൂചനകൾ കിട്ടിയിരുന്നു. പക്ഷെ ആരും തന്നെ ഇയാൾക്കെതിരെ പരാതിപ്പെടാൻ ധൈര്യം കാണിച്ചില്ല. കാരണം ഇയാൾക്ക് ഇവിടെ പ്രാദേശികമായ രാഷ്ട്രീയ ബന്ധങ്ങളും, നമുക്കറിയാം ഒറ്റ നമ്പർ ലോട്ടറി കേരളത്തിൽ നിരോധിച്ചിട്ടുള്ളതാണ്. അത് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ പോലീസിലും പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വത്തിലും ഒക്കെ ഇയാൾക്ക് ചില സ്വാധീനങ്ങളുണ്ട്. ഇയാൾ സ്ഥലത്ത് റൌഡിയാണ് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ ആരും ഇയാൾക്കെതിരെ പരാതിപ്പെടാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചൈൽഡ് ലൈൻ പോലെയുള്ള ഒരു ഏജൻസിയെ ഇത് വിവരം അറിയിക്കാൻ അധ്യാപകർ തീരുമാനിച്ചത്. അധ്യാപകർ പോലും തങ്ങളുടെ ഐഡന്റിറ്റി വെളിവാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇയാളെ അത്രയ്ക്ക് ഭയമാണ്. എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വന്നതോടുകൂടി അയാൾ ഇവിടെ നിന്ന് മുങ്ങിയിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. പ്രജില. സന്ദീപ്, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ചൈൽഡ് ലൈൻ പ്രവർത്തകൻ സുബിനും നമ്മോടൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ സുബിൻ, താങ്കൾക്ക് എപ്പോഴാണ് ഈ പരാതി കിട്ടിയത്? എന്താണ് നിങ്ങൾ നടത്തിയൊരു അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? 2 ദിവസങ്ങൾക്ക് മുമ്പ് ചൈൽഡ് ലൈൻ്റെ ഓഫീസിലേക്ക് ഒരു അനോണിമസ് കോൾ വരികയായിരുന്നു. കുംബ്ല UP സ്കൂളിൽ പഠിക്കുന്ന 5ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഒരു വ്യക്തി ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്നുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. ഇതേ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ സ്കൂളിൽ പോയി അധികാരികളുടെ പെർമിഷനോടുകൂടി ബന്ധപ്പെട്ട കൗൺസിലറുടെ സാന്നിധ്യത്തിൽ കുട്ടികളെ കണ്ട് സംസാരിക്കുകയും അതിൽ നിന്ന് ചൈൽഡ് ലൈൻ മനസ്സിലാക്കിയ ഒരു റിപ്പോർട്ട് ജില്ലയിലെ SP സാറിന് നൽകുകയും അദ്ദേഹം അതിന് അന്വേഷണത്തിനായിട്ട് വിടുകയുമായിരുന്നു. സുബിൻ, അധ്യാപകരാരെങ്കിലും തന്നെയാണോ വിളിച്ചിരുന്നത്? ഞങ്ങൾക്ക് ഓഫീസിലോട്ട് കോൾ വന്നപ്പോഴേ അദ്ദേഹം പേര് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനായിട്ട് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അത് അധ്യാപകനാണോ ഏത് വ്യക്തിയാണ് വിളിച്ചതെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിവില്ല. സുബിൻ, ഈ ലോട്ടറി കട നടത്തുന്ന ആളുടെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അദ്ദേഹം അവിടെ ഞങ്ങളുടെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു ലോക്കലായിട്ടുള്ള ഒരു ഗുണ്ടയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അധ്യാപകർ അതുപോലുള്ള മറ്റുള്ള ആൾക്കാരും അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പറയാനായിട്ട് വായിക്കുന്നതായിട്ട് ചൈൽഡ് ലൈൻ മനസ്സിലാക്കുന്നു. ശ്രീ സുബിൻ, ഈ സ്കൂൾ കൺമുമ്പിൽ തന്നെ 1.5 വർഷമായി നടക്കുന്നു എന്നാണ് സന്ദീപ് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നത്. ഈ 1.5 വർഷമായിട്ടും അധ്യാപകരുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമായ ഒരു വീഴ്ച അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് താങ്കൾ കരുതുന്നത്? അധ്യാപകരുടെ ഭാഗത്ത് എന്നതിനേക്കാൾ ഉപരി ഈ കുട്ടികൾ ഞങ്ങൾ അന്വേഷിച്ച് മനസ്സിലായത് 1/2 മണിക്കൂർ ബസ് യാത്ര ചെയ്ത് സ്കൂളിൽ വരാൻ ദൂരം ഈ കുട്ടികൾക്കുള്ളൂ. ഈ കുട്ടികൾ 7 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുകയും തിരിച്ച് സ്കൂൾ കഴിഞ്ഞ ശേഷം 8 മണിക്കാണ് വീട്ടിൽ ചെല്ലുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ എന്തുകൊണ്ട് പേരന്റ്സ് അന്വേഷിക്കുന്നില്ല എന്നതിനെ കുറിച്ച് വിശദമായിട്ട് ഒരു അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. സുബിൻ, രക്ഷിതാക്കളോട് സംസാരിച്ചോ ഇവരുടെ? ഈ 20ഓളം കുട്ടികളുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയുകൊണ്ട് ഞങ്ങൾ ഇന്നലെ സ്കൂളിൽ പോയിട്ട് 7ഓളം കുട്ടികളെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ സാധിച്ചുള്ളൂ. കുട്ടികളെ കണ്ട് ജസ്റ്റ് ഈ പ്രശ്നം മാത്രം അന്വേഷിക്കാതെ കുട്ടികൾക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ടും ഗൈഡൻസും നൽകേണ്ട ഒരു ചുമതല ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മുഴുവൻ കുട്ടികളെ കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഈ വിശദമായ റിപ്പോർട്ടും പരാതിയും SPക്ക് കൈമാറിയത് കൊണ്ട് പോലീസിന്റെ ഭാഗത്ത് തന്നെ ഇതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം ഉണ്ടാകണമെന്നാണ് ചൈൽഡ് ലൈന്റെ അഭിപ്രായം. ചൈൽഡ് ലൈൻ സുബിൻ, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ ജസ്റ്റിസ് D ശ്രീദേവി, വനിതാ കമ്മീഷൻ അധ്യക്ഷ, ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ശ്രീദേവി, എങ്ങനെ കാണുന്നു ഈ സംഭവത്തെ? അയ്യോ, ഇത് വളരെ ദയനീയമാണ്, പൈശാചികമാണ്. ഇപ്പൊ ഇതിനൊക്കെ ഉത്തരവാദികൾ ആരെന്ന് വേണം കണ്ടുപിടിക്കാൻ. അതായത് അച്ഛനമ്മമാർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട് കുട്ടികളെ ശ്രദ്ധിക്കാൻ. വിശേഷിച്ചും ചെറിയ പെൺകുട്ടികളെയൊക്കെ അവരെ ഈ ഇപ്പോഴത്തെ സാമൂഹ്യ വിപത്തുകളെ പറ്റിയും അതിന്റെ ദുരന്തത്തെ പറ്റിയും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളെ പറ്റിയും ഒക്കെ കുട്ടികളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അത് അമ്മമാരാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഇപ്പൊ അമ്മമാര് കുട്ടികളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പെൺകുട്ടികളെല്ലാം ഇങ്ങനെ മൊബൈൽ ഫോണിലൂടെ ചങ്ങാത്തം കൂടുക, അതല്ലെങ്കിൽ മറ്റ് ആൾക്കാരുമായിട്ട് കൂടുതൽ സഹവസിക്കുക, അതൊക്കെയാണ് ഇതിന് കാരണം. അപ്പൊ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂട്ടായിട്ട് എല്ലാ മനുഷ്യരും കൂടെ ആലോചിക്കേണ്ടതാണ്. എല്ലാ പുരുഷന്മാർക്കും ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. എന്തുകൊണ്ട് പുരുഷന്മാർ ഈ മൃഗങ്ങളെ പോലെ മാറുന്നു? പണം ഉണ്ടാക്കാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ കഷ്ടമാണ്. പ്രായപൂർത്തിയാകാത്ത നാടോടി പെൺകുട്ടികളാണ് പീഡിപ്പിക്കപ്പെട്ടത്. എന്ത് നിയമ നടപടികളാണ് ഇതിൽ സ്വീകരിക്കാൻ കഴിയുക ഇനി? അല്ല, നാടോടി പെൺകുട്ടികളെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. നാടോടി ആയത് എങ്ങനെ? എവിടെ നിന്ന് വന്ന കുട്ടികളാണ്? അവർക്ക് മാതാപിതാക്കളില്ലേ? അങ്ങനെ റോഡിലൂടെ നാടോടികളായിട്ട് നടക്കുന്നവരെ പ്രത്യേകം കണ്ടുപിടിച്ച് അവരെ താമസിപ്പിക്കാൻ പോലീസിനും ഇല്ലേ ഒരു ഉത്തരവാദിത്വം? നമുക്ക് എല്ലാവർക്കും ഇല്ലേ? വളരെ നന്ദി ശ്രീ ജസ്റ്റിസ് D ശ്രീദേവി ഞങ്ങളോട് പ്രതികരിച്ചതിന്. കുമ്പളയിൽ വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് കുമ്പളയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത് സന്ദീപ്. കാസർകോട്ട് 20ഓളം വിദ്യാർത്ഥിനികളെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നാണ് പരാതി കിട്ടിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പഠിച്ച സ്കൂളിനടുത്ത് ലോട്ടറി കട നടത്തുന്ന ആളെ പോലീസ് തെരയുകയാണ്. ഇയാൾ എന്തായാലും ഒളിവിൽ പോയിരിക്കുകയാണെന്നാണ് കിട്ടിയിരിക്കുന്ന വിവരം. മറ്റു വാർത്തകൾ